നമസ്കാരം. ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഡ്രോപ്പ് ബോക്സിൽ പാസ്വേഡ് മാനേജർ, വോൾട്ട് എന്നീ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പ്ലേ സ്റ്റേഷൻ 5ൻ്റെ റാഡിക്കൽ സ്പെഷ്യൽ എഡിഷൻ കമ്പനി ടീസ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡിലും iOSലും അടുത്ത് തന്നെ ജിമെയിലിൽ ഗൂഗിൾ മീറ്റിൻ്റെ ടാബ് എത്തും. സാംസങ് അവരുടെ ഡിസ്പ്ലേ പ്ലാന്റ് ഉത്തർപ്രദേശിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. ഇവർക്ക് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ബോഡിയുടെ ഭാഗത്തു നിന്നും ടാക്സിൽ ഇളവും ഇൻസെന്റീവും ലഭിക്കും. ഗൂഗിൾ ഡുവോ വെബ് ക്ലയന്റിൽ ഇനി മുതൽ 32 പേരെ വരെ ഒരേ സമയം വീഡിയോ കോൾ ചെയ്യാൻ കഴിയും. വിൻഡോസ് 10 20H2 അപ്ഡേറ്റ് മുതൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് ക്രോമിയം വെർഷൻ ഡിഫാൾട്ടായിട്ട് ലഭിക്കും. BSNL അവരുടെ കസ്റ്റമേഴ്സിന് ടോക്ക് ടൈം ലോണായിട്ട് 50 രൂപ വരെ ക്രെഡിറ്റ് കൊടുക്കും. *511*7# എന്ന നമ്പർ ഡയൽ ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. ക്രോംബുക്കിൽ ഇനി മുതൽ MS ഓഫീസ് സ്യൂട്ട് അടക്കമുള്ള വിൻഡോസ് ആപ്പ് റൺ ചെയ്യും. ജിയോ ഫേസ്ബുക്ക് ഡീൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻറ്റി ട്രസ്റ്റ് റിവ്യൂ ചെയ്യും. സാംസങ്ങും വൺപ്ലസും അവരുടെ ടിവികൾ ഇനി മുതൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട്. ആൻഡ്രോയിഡ് 11ൻ്റെ ബീറ്റ 1.5 വെർഷൻ ഗൂഗിൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അഡോബ് ഫ്ലാഷിൻ്റെ സപ്പോർട്ട് ഡിസംബർ 31 മുതൽ നിർത്താൻ ഒരുങ്ങുകയാണ്. ഗ്ലോബൽ സ്മാർട്ട് വാച്ചിൻ്റെ ഷിപ്മെൻറ്റ് 2020 ആദ്യ ക്വാർട്ടറിൽ 12% കൂടി എന്നാണ് റിപ്പോർട്ട്. Acer One 14 എന്ന ലാപ്ടോപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്റൽ പെന്റിയം ഗോൾഡ് 4415U എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ലാപ്ടോപ്പ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. സോണി അവരുടെ പല സ്പീക്കേഴ്സിൻ്റെയും ഹെഡ്ഫോണിൻ്റെയും സൗണ്ട് ബാറിൻ്റെയും വില ഇന്ത്യയിൽ കുറച്ചിരിക്കുകയാണ്. സാംസങ് ഗാലക്സി വാച്ച് 3ൻ്റെ ലൈവ് ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. കൊറിയൻ NRRA വെബ്സൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ വാച്ചിൻ്റെ 1.2 ഇഞ്ചിൻ്റെ വെർഷനും 1.4 ഇഞ്ചിൻ്റെ വെർഷനും വരുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് നോട്ട് 10 ലൈറ്റിന് ആമസോണിൽ 500 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൻ്റെ പുതിയ വില വരുന്നത് 34,999 രൂപയാണ്. റിയൽമി C2ൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് സെപ്റ്റംബറിലെത്തും. റിയൽമി CEO മാധവ് സേത്താണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പിന്നെ റിയൽമി 1, റിയൽമി 2, റിയൽമി U1 എന്നീ ഫോണുകളിൽ റിയൽമി UI സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അടുത്തു തന്നെ ഇന്ത്യയിൽ റിയൽമി അവരുടെ വയർലെസ് ചാർജർ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. റിയൽമിയുടെ 55 ഇഞ്ചിൻ്റെ സ്മാർട്ട് TV അടുത്ത മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിയൽമി ഇന്ത്യയുടെ CEO മാധവ് സേത്ത് അറിയിച്ചിരിക്കുന്നത്. ഹുവാവേ എൻജോയ് 20 Pro എന്ന ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 800 എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. 4000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. റെഡ്മി നോട്ട് 9 Pro Maxൻ്റെ അടുത്ത സെയിൽ ജൂൺ 24 ഉച്ചയ്ക്ക് 12 മണിക്ക് ആമസോൺ വഴിയും mi.com വഴി നടക്കും. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 5020 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 16,499 രൂപയാണ്. സാംസങ് ഗാലക്സി ഫോൾഡ് 2ൽ സാംസങ് ഗാലക്സി ഫോൾഡ് പോലെ 4380 mAh ബാറ്ററി ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ സെപ്റ്റംബർ മാസത്തോടെ മാത്രമായിരിക്കും ഈ ഫോണ് അവൈലബിൾ ആയി തുടങ്ങുക. റിയൽമിയുടെ പുതിയ ക്യാമറ ഡിസൈനുമായിട്ട് വരുന്ന പുതിയ ഫോണ് അടുത്ത മാസം ലോഞ്ച് ചെയ്യുമെന്നാണ് റിയൽമി CEO മാധവ് സേത്ത് അറിയിച്ചിരിക്കുന്നത്. അടുത്ത മാസം ചൈനയിൽ ഹോണർ X10 Max പിന്നെ ഹോണർ 30 Youth എഡിഷൻ എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ടെക്നോ സ്പാർക്ക് പവർ 2 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ 4GB റാമും 64GB ഇന്റേണലും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 16 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്. സാംസങ് A21s എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. Exynos 850 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് 16,499 രൂപയാണ്. ഓപ്പോ ഫൈൻഡ് X2 അതുപോലെ ഓപ്പോ ഫൈൻഡ് X2 Pro എന്നീ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഫോണുകളും വരുന്നത് 6.7 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ് രണ്ട് ഫോണുകളും വരുന്നത്. രണ്ട് ഫോണുകളിലും 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓപ്പോ ഫൈൻഡ് X2 Proയിൽ 48+48+, 13 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയാണ് വരുന്നത്. ഓപ്പോ ഫൈൻഡ് X2 വരുന്നത് 48+12+, 13 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയുമായിട്ടാണ്. ഓപ്പോ ഫൈൻഡ് X2 Proയിൽ നമുക്ക് 4260 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഓപ്പോ ഫൈൻഡ് X2 വരുന്നത് 4200 mAh ബാറ്ററിയുമായിട്ടാണ്. രണ്ട് ഫോണുകളിലും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പോ ഫൈൻഡ് X2ൻ്റെ വില വരുന്നത് 64,990 രൂപയാണ്. ഓപ്പോ ഫൈൻഡ് X2 Proയുടെ വില ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. പുതിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഐഫോൺ 12 Pro Maxൽ മാത്രമല്ല ഐഫോൺ 12 Proയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സാംസങ് ഗാലക്സി M41 എന്ന ഫോണ് സാംസങ് ക്യാൻസൽ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. സാം മൊബൈൽസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹുവാവേ ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഡിസൈന് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. നൂബിയ റെഡ് മാജിക് 5G എന്ന ഫോണ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.65 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 4500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് $580, അതായത് ഏകദേശം 44,000 രൂപ. നോക്കിയ 8.3 5G എന്ന ഫോണ് ആമസോൺ ജർമ്മനിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഫോണ് അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. 6.81 ഇഞ്ചിൻ്റെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 24 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹുവാവേ മേറ്റ് 40 സീരീസിലോ അല്ലെങ്കിൽ ഹുവാവേ P50 സീരീസിലോ വളരെ തിന്നായിട്ടുള്ള പെരിസ്കോപ്പ് സൂം മോഡ്യൂളായിരിക്കും ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ട്. ഹുവാവേ മേറ്റ് 40യിൽ ഫോണിൻ്റെ സൈഡിൽ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള സൈഡ് ടച്ച് ഇൻ്റർഫേസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഷവോമി Mi Mix 4ൻ്റെ പോസ്റ്റർ ലീക്കായിരിക്കുകയാണ്. Mi Mix ആൽഫയിലേതുപോലെ സറൗണ്ട് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. iQOO 3 Pro എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. 6.56 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൽ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 865+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില $3,998 ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്, അതായത് ഏകദേശം 42,000 രൂപ. റിയൽമി X3 എന്ന ഫോണും റിയൽമി X3 സൂപ്പർ സൂം എന്ന ഫോണും ഇന്ത്യയിൽ ജൂൺ 25 ലോഞ്ച് ചെയ്യും. റിയൽമി CEO മാധവ് സേത്താണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. ഈ ഫോണുകളുടെ കൂടെ റിയൽമി ബഡ്സ് Q എന്ന ട്രൂ വയർലെസ് ഇയർഫോണും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും.